ഹരിച്ചേട്ടാ, ഏതാനും ദിവസങ്ങളായിട്ട് നമ്മുടെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം ഈ കേരളത്തിലെ ഒരു ജുവലറിയിൽ നടന്ന റെയ്ഡ് വലിയ തോതിൽ വാർത്തയായി നിറഞ്ഞു നിൽക്കുകയാണ്. അൽ മുക്താദിർ ജുവലറിയിൽ 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി എന്നാണ് പറയുന്നത്. കേരളത്തിലാണെങ്കിൽ സ്വർണ്ണ വിൽപ്പനയ്ക്ക് ഒരു കുറവുമില്ല. വലിയ തോതിൽ സ്വർണം വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ഇതനുസരിച്ചുള്ള നികുതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കിട്ടുന്നുണ്ടോ? ഇതിനകത്ത് എന്തൊക്കെയോ ഒരു വലിയ കുഴപ്പങ്ങൾ ഉള്ളതായിട്ട് തോന്നുന്നു. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ഇതൊന്ന് വിശദീകരിക്കാമോ? പ്രശാന്ത് പറഞ്ഞത് വളരെ ശരിയാണ്. പണ്ടേ മലയാളത്തിലുണ്ട് കലഹം പലവിധമെന്ന്. ഇത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ നോക്കുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഈ അൽ മുക്താദിർ ജുവലറിയില് ഈ കഴിഞ്ഞ ദിവസം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ റെയ്ഡിൽ 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടുപിടിച്ചതായിട്ടാണ് പത്രങ്ങളിൽ നിന്ന് വായിക്കാൻ കഴിഞ്ഞത്. ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തിരുവനന്തപുരം യൂണിറ്റ് ആണ് ഈ റെയ്ഡിന് നേതൃത്വം നൽകിയത്. ഇവരുടെ ഏതാണ്ട് 30ഓളം ഷോറൂമുകൾ നടത്തിയ റെയ്ഡിലാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് വാർത്തയുണ്ട്. അപ്പം ഈ നികുതി വെട്ടിപ്പ് തീർച്ചയായിട്ടും അതൊരു വലിയ കുറ്റകൃത്യം തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷേ ഞാൻ കാണുന്നത് അതിനേക്കാൾ ഉപരി അവിടെ മണി ലോണ്ടറിങ് എന്ന് പറയുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു. 50 കോടി രൂപയോളം ഇന്ത്യക്ക് പുറത്തേക്ക് അവർ കടത്തിയതായിട്ടും വാർത്തകളുണ്ട്. ഈ മണി ലോണ്ടറിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതീവ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. അത് നമ്മുടെ രാഷ്ട്രത്തിന് കുറ്റകൃത്യമാണ്. അപ്പോൾ പിന്നെ ഇത് മാത്രമല്ല കണ്ടുപിടിച്ചിരിക്കുന്നത്, ബോംബെയിലുള്ള മറ്റൊരു ജുവലറിയുമായിട്ട് ഇവർ നടത്തുന്ന ഇടപാടുകളിൽ ഏതാണ്ട് 400 കോടി രൂപയുടെ തിരിമറികൾ ഉണ്ടെന്നും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കുന്നു. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് കേരളത്തിലെ സ്വർണ്ണ വ്യാപാര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കുഴൽപ്പണ ഇടപാടുകളും നടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഈ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് കേരളത്തിലെ സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള വാർത്തകളാണ് നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇത് ആദ്യമേ തന്നെ ഞാൻ പറയാം, ഞാൻ ഈ പറയുന്ന ഒരൊറ്റ സ്വർണ്ണക്കടയെ കേന്ദ്രീകരിച്ചല്ല. ഈ പറയുന്ന കേരളത്തിലെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിലനിൽക്കുന്ന അനാശാസ്യമായ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ഒരുപാട് പ്രവണതകളുണ്ട്. ആ പ്രവണതകൾ അതിനെക്കുറിച്ച് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ടുകളും വരാറുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ച് ആരും ഒരു ചർച്ചയോ റിപ്പോർട്ടോ നടത്താറില്ല. പല കാരണങ്ങളുണ്ടാവാം. ഒന്ന്, ഈ സ്വർണ്ണ വ്യാപാര മേഖലയിലുള്ളവർക്ക് മാധ്യമങ്ങളിലുള്ള സ്വാധീനം ഒരു ഘടകമാകാം. അതല്ലെങ്കിൽ പലപ്പോഴും ഭീഷണികളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സർക്കാരിന്റെ സംവിധാനങ്ങളോ ഉപയോഗിച്ച് ഉള്ള കേസ് കൊടുക്കുമെന്നൊക്കെയുള്ള പേടി മൂലമാകാം. പക്ഷേ ഞാൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ തന്നെ വെച്ച് പരിശോധിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് പിടിക്കുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷെ ഈ സ്വർണ്ണ കള്ളക്കടത്ത് പിടിക്കുന്നുണ്ടെങ്കിലും ഈ സ്വർണം ആർക്കു വേണ്ടിയാണ് കൊണ്ടുവന്നത് അത് നമ്മൾ അറിയാറില്ല. നമ്മൾ ഈ കള്ളക്കടത്ത് നടത്തുന്ന ക്യാരിയേഴ്സിനെ പിടിക്കുന്നു. പലപ്പോഴും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും സ്വർണം ഒളിപ്പിക്കുന്ന നൂതനമായ സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് മലയാളികളാണ്. അതായത് അത് എനിക്കിപ്പോൾ പരസ്യമായിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല, അത് ഒരു അശ്ലീലമാണെന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇത്തരം ഭാഗങ്ങളിൽ സ്വർണം ഒളിപ്പിച്ച് വെച്ച് കൊണ്ടുവരുന്നു. അവർക്ക് കിട്ടുന്നത് വെറും തുച്ഛമായ ഒരു തുകയായിരിക്കും. പക്ഷേ ആർക്കു വേണ്ടിയാണ് ഈ സ്വർണം ഇവർ കടത്തുന്നത്? സ്വർണം കടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ദുബൈയിൽ നിന്നോ ഗൾഫിൽ നിന്നാണ് കേരളത്തിലേക്ക് വരുന്ന ഭൂരിഭാഗം സ്വർണം. അങ്ങനെയാണ് മാധ്യമങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ വിൽക്കുന്നത് ആർക്കാണ്? ഇവർക്ക് അവിടെ നിന്ന് വാങ്ങാൻ ഇവരെങ്ങനെ പൈസ കണ്ടെത്തും? ഇതിനെക്കുറിച്ചൊന്നും നമ്മളോട് ആരും പറയാറുമില്ല. എനിക്ക് തോന്നുന്നില്ല അന്വേഷണ ഏജൻസികളും വേണ്ട രീതിയിൽ ഈ വിഷയം അന്വേഷിക്കുന്നുണ്ടെന്ന്. ഇവർ നടത്തുന്ന നികുതി വെട്ടിപ്പ് മറ്റൊരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, കേരള ജി എസ് ടി ഇനത്തിലും ഇവർ നികുതി വെട്ടിക്കുന്നുണ്ട്. പല രീതിയിലുള്ള നികുതികൾ വെട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു 2024 ഒക്ടോബറിലാണെന്ന് തോന്നുന്നു കേരള GST ഡിപ്പാർട്ട്മെന്റ് തൃശ്ശൂരുള്ള എനിക്ക് തോന്നുന്നു 70ഓളം സ്വർണ്ണ വ്യാപാര കേന്ദ്രങ്ങൾ, സ്വർണ്ണാഭരണ നിർമ്മാണശാലകളും ഒക്കെ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി. അപ്പം തിരുവനന്തപുരത്തു നിന്നും മറ്റു പല ജില്ലകളിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരോട് കാര്യം പറയാതാണ് അവരെ അവിടെ കൊണ്ടുവന്നത്. എന്നിട്ടാണ് റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നു. അങ്ങനെ വാർത്ത വന്നപ്പോൾ
കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ സംസ്ഥാന ട്രഷറർ നാസർ, അബ്ദുൽ നാസർ, അദ്ദേഹം ഒരു പത്രപ്രസ്താവന നടത്തി. അത് എല്ലാ പത്രങ്ങളിലും വന്നിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്തിരുന്നത്. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ഒരു വർഷം 1,00,000 കോടി രൂപയിലധികമുള്ള സ്വർണ്ണ വ്യാപാരം നടക്കുന്നതായിട്ട് സർക്കാർ തന്നെ പറയുന്നു. 1,00,000 കോടി ആലോചിക്കണം. ഈ 1,00,000 കോടി രൂപയുടെ രണ്ടിരട്ടിയെങ്കിലും പാരലൽ മാർക്കറ്റ്, അനധികൃത മാർക്കറ്റിലൂടെ വിപണനം നടക്കുന്നുണ്ട്. അതായത് രജിസ്റ്റേർഡ് അല്ലാത്ത കച്ചവടക്കാരുണ്ട്. നമ്മൾ ആരും അറിയാത്ത രീതിയിൽ ഞാൻ ആലപ്പുഴയിലെ ഹിന്ദുവിന്റെ ജില്ലാ ലേഖനായിരുന്ന കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കായംകുളം പോലൊരു നഗരത്തിലെ മടിയിൽ ജുവലേഴ്സ് എന്ന് പോലീസുകാർ പറയുമായിരുന്നു. മടിയിൽ ജുവലേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ജുവലറിയുടെ പേരൊന്നുമല്ല. അതായത് പിന്നെ മുണ്ടെടുത്തിട്ട് ആ മടിയിൽ സ്വർണ്ണാഭരണങ്ങളുമായിട്ട് നടന്ന് റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തി വിൽപ്പന നടത്തുന്ന ആൾക്കാരുണ്ട്. അവരാരുടെയെങ്കിലും ഒക്കെ ഏജന്റുമാരായിരിക്കും. അങ്ങനെ പല രീതിയിൽ പാരലൽ മാർക്കറ്റ് നിലനിൽക്കുന്നത്. പിന്നെ പല കടകളിലും സ്വർണത്തിന് ബില്ല് കൊടുക്കാറില്ലല്ലോ. കൊടുക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, കൊടുക്കാറില്ല. ചോദിക്കുക, എന്തോ ചോദിക്കാൻ വന്നു? ഞാൻ ആ കാര്യമാണ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്. അതായത് നമ്മൾ എന്താണ് പ്രധാനപ്പെട്ട ജുവലറികളിൽ നമ്മൾ പോയി സ്വർണം വാങ്ങിക്കുമ്പോൾ നമുക്ക് ബില്ല് കിട്ടും. പക്ഷെ ബില്ലില്ലാതെയും നമുക്ക് സ്വർണം വാങ്ങാൻ സാധിക്കും. അതിപ്പോഴും കേരളത്തിൽ തുടരുകയാണ്. അതിന് അറുതി വരുത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്കോ ഭരണകൂടത്തിനോ ഉദ്യോഗസ്ഥന്മാർക്കോ ഒന്നും സാധിച്ചിട്ടില്ല. ഇതൊരു വലിയ പ്രശ്നം തന്നെയല്ലേ? അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. സ്വർണ്ണ മേഖലയിലെ വെട്ടിപ്പ് അതാണല്ലോ ഞാൻ പറഞ്ഞത്. GST ഇനത്തിൽ സർക്കാരിന് കിട്ടുന്നത് നാസറിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് 1,000 കോടി രൂപയിൽ താഴെയാണ്. എത്രയാണെന്ന് പിന്നെ പറയാൻ തയ്യാറല്ല സർക്കാർ. അതായത് വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ് നിലവിലുണ്ടായിരുന്ന കാലത്ത് കേരളത്തിന് സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിന്നും കിട്ടിയിരുന്ന നികുതി ഏതാണ്ട് 700 കോടി രൂപയാണെന്നാണ് ഞാൻ പത്രങ്ങളിൽ വായിച്ചത്. പക്ഷെ പിന്നീട് GST വന്നപ്പോൾ അതൊരു 3,000 കോടി രൂപയൊക്കെ ആയി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എത്രയാണ് കിട്ടുന്നതെന്ന് പറയാൻ സർക്കാർ തയ്യാറല്ല. അത് ഞാൻ മനസ്സിലാക്കുന്ന 22, 23, 24 കാലഘട്ടത്തിൽ GST എത്ര പിരിച്ചു എന്നുള്ളതിന് വ്യക്തമായ ഒരു കണക്ക് സർക്കാർ പലപ്പോഴും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ലെന്നാണ് ഈ കഴിഞ്ഞ വർഷം ഞാൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. എന്താണ് ഇതിൽ തടസ്സം നിൽക്കുന്നത്? നികുതി വേണ്ട രീതിയിൽ പിരിക്കുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വന്നൊരു റെയ്ഡ് നടത്തുമ്പോൾ ഒരൊറ്റ സ്ഥാപനം 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായിട്ടാണ് വന്നത്. അപ്പോൾ ഇത് എത്ര നൂറുകണക്കിന് കോടികളുടെ വെട്ടിപ്പായിരിക്കും ഇവിടെ നടക്കുന്നത്? ശരിക്കും പിന്നെ പ്രശാന്തിന് ഓർമ്മയില്ലേ, കഴിഞ്ഞ സർക്കാർ, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങളാണ് രംഗത്ത് വന്നത്. അതെ, സർക്കാരിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കർ IAS, അദ്ദേഹത്തിനെതിരെ എന്ത് ശക്തമായ ആരോപണമാണ് വന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കടത്തുകാർക്ക് സ്വാധീനം ഉണ്ടെന്നുള്ള ആരോപണമല്ലേ വന്നത്. ശിവശങ്കർ പിന്നെ പല കേസുകളിൽപ്പെട്ട് അകത്ത് പോയില്ലേ. ഇപ്പൊ അദ്ദേഹം വെളിയിൽ വന്നിരിക്കുന്നത്, അദ്ദേഹം ജാമ്യത്തിൽ എന്നിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശരിക്കും സ്വർണ്ണക്കടത്തുകാർക്ക് നമ്മുടെ നാട്ടിലുള്ള സ്വാധീനം അത് ഞെട്ടിപ്പിക്കുന്ന സ്വാധീനമാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ കള്ളക്കടത്തുകാർ ഇന്ന് ബോംബെയിലല്ല. നമ്മൾ പണ്ട് ആദ്യം ഹാജി മസ്താനെ കുറിച്ച് കേട്ടു, അതിനുശേഷം പിന്നെ കരീം ലാലയെ കുറിച്ച് കേട്ടു, പിന്നെ ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ച് കേട്ടു. അവരെക്കാളൊക്കെ എത്രയോ വലിയ, അതായത് കേരളത്തിലെ പല സ്വർണ്ണക്കടത്തുകാർ സ്വർണം കടത്തുന്നത് കിലോ കണക്കിനല്ല, ടൺ കണക്കിനാണ്. ഇപ്പൊ PA നൌഷാദ്, നിസാർ അലിയാർ, ഇങ്ങനെ ഇവരൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കുപ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരാണ്. ഇവരാണ് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ രാജാക്കന്മാർ, കിങ് പിൻസ് എന്നൊക്കെ പറയുന്നത്. ഈ നിസാർ അലിയാറെ പിന്നെ ബോംബെയിൽ നിന്ന് വെച്ച് DRI, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, അറസ്റ്റ് ചെയ്തിരുന്നു 2020. ഇദ്ദേഹം കപ്പലിൽ സ്ക്രാപ്പ് എന്നുള്ള രീതിയിലാണ് ഇവിടെ സ്വർണം കൊണ്ടുവന്നിരുന്നത്. മനസ്സിലായോ? അതായത് നിങ്ങളിവിടെ കാരിയേഴ്സിനെയൊക്കെ പിടിക്കുമ്പോൾ ഒരു പാവങ്ങള് എവിടെങ്കിലും ഒളിപ്പിച്ചു വെച്ച ഒരു പിന്നെ എല്ലാം കൂടെ ഒരു കിലോ 1.5 കിലോ ഒക്കെയാ കൊണ്ടുവരുന്നത്. അത് തന്നെ പലപ്പോഴും 1.5 കിലോ ഒന്നും വരത്തില്ല, പലരും 1/2 കിലോ അല്ലേ ചിലപ്പം കുറച്ച് ഗ്രാമുകൾ ഒക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. പക്ഷെ ഈ പറയുന്ന വ്യക്തികൾ അതൊന്നുമല്ല. ഇവരൊക്കെ സ്ക്രാപ്പ് എന്നുള്ള രീതിയിൽ വിദേശത്തുനിന്നും കപ്പൽ വഴി ടണ്ണിന്റെ കണക്കിലാണ് വരുന്നത്. ഈ സ്വർണമൊക്കെ എവിടാണ് പോകുന്നത്? അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യയിലെ തന്നെ കള്ളപ്പണമാണ് ഈ അനധികൃതമായിട്ട് സ്വർണം വാങ്ങിക്കാൻ വേണ്ടി ദുബായ് പോലുള്ള മാർക്കറ്റിലേക്ക് പോകുന്നത്. ആ കള്ളപ്പണം എങ്ങനെ വരുന്നു?
ഇവിടുത്തെ കൈക്കൂലി പണമാകാം, രാഷ്ട്രീയക്കാരുടെ നിക്ഷേപമാവാം, അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അനധികൃതമായ നികുതി വെട്ടിച്ചെടുത്ത പണമാകാം. ഇത് അവിടെ പോകണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണമല്ലോ. അപ്പോൾ ഈ സഹായം എന്ന് പറയുന്ന മണി ലോണ്ടറിങ് നടത്തുന്ന ഇവിടുത്തെ ഹവാല ലോബിയാണ്. ഇത് അതെ. രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. എന്താണ് ചോദിക്കേണ്ടത്? ചോദിച്ചോളൂ. ഞാൻ ചോദിക്കാൻ വന്നത്, ഇത്തരത്തിൽ അങ്ങ് പറഞ്ഞല്ലോ ഈ കൈക്കൂലി പണവും രാഷ്ട്രീയക്കാരുടെ പണവും ഒക്കെയാണ് ഈ സ്വർണമായിട്ട് മാറുന്നത്. ഇതിനകത്ത് ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ, തീവ്രവാദ സംഘടനകളുടെ പണവും ഇതിനകത്തുണ്ടോ? അവർക്കും ഈ സ്വർണ്ണക്കടത്തിൽ ബന്ധമില്ലേ? നമുക്ക് അത്തരത്തിലുള്ള പല വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ടല്ലോ. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും ഇത് പഴയ കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ദാവൂദ് ഇബ്രാഹിമിനെ ഇപ്പോഴത്തെ ദുബായിലെ ഏറ്റവും വലിയ ഒരു സ്ട്രീറ്റാണ് ഷെയ്ഖ് സയ്യിദ് റോഡ്. ആ ഷെയ്ഖ് സയ്യിദ് റോഡ് 1980-കളിലൊക്കെ ദാവൂദ് ഇബ്രാഹിമിന് ഒരു ഓഫീസ് ഉണ്ടായി. അവിടെ അയാൾ അനധികൃതമായിട്ടൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അവിടെ സ്വർണം വാങ്ങുന്നു. ആ വാങ്ങുന്ന സ്വർണം അവിടെ അന്ന് കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്തിന്റെ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഈ സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ മയക്കുമരുന്ന് കടത്തുമായിട്ടും സ്വർണ്ണ കള്ളക്കടത്തിന് ബന്ധമുണ്ട്. കാരണം ഈ രണ്ട് കാര്യങ്ങൾ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അന്താരാഷ്ട്ര നെറ്റ്വർക്ക് വേണം. നിങ്ങളൊരു നെറ്റ്വർക്കിന്റെ ഭാഗമല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു ചെറിയ ജുവലറിക്ക്, അല്ലെങ്കിൽ ഒരു വലിയ ജുവലറിക്ക് തന്നെ ആവട്ടെ, അവർക്ക് ഗൾഫിൽ പോയിട്ട് വെറുതെ സ്വർണം ഒരുപാട് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരാൾ വാങ്ങുകയാണെങ്കിൽ കഴുകൻ കണ്ണുകളോടെ മറ്റൊരാൾ അത് നോക്കിയിരിപ്പുണ്ടാവും. അതുകൊണ്ടാണല്ലോ കേരളം ഇപ്പം നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. CPM-ഉമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് അർജുൻ ആയെങ്കിൽ സ്വർണം പൊട്ടിക്കുന്ന ഗാങ്ങുകള്. അതുപോലെ തന്നെ വേറൊരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അയാളുടെ പേര് ഞാനങ്ങ് മറന്നുപോയി. അങ്ങനെ നിരവധി ആൾക്കാരുടെ ഇത് നടക്കുന്ന ഒരു കൊട്ടേഷൻ പോലെ ഇതൊരു വലിയൊരു പ്രൊഫഷണൽ മാഫിയയാണ്. ഇതിന് രാഷ്ട്രീയമുണ്ട്, ഇതിൽ ബിസിനസ് ഉണ്ട്, ഇതിൽ മതമുണ്ട്, ഇതിൽ കള്ളക്കടത്ത് ലോബി, ഇതിൽ മയക്കുമരുന്നുണ്ട്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. തീവ്രവാദമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണയില്ലാത്ത ഒരു ഗ്രൂപ്പിന് ഇന്ന് സ്വർണം കള്ളക്കടത്ത് നടത്താൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കേരളത്തിൽ പോലീസ് വിചാരിച്ചാലൊന്നും മാത്രം ഇത് നിർത്തി. ഇപ്പം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, കൊച്ചിയിൽ കമ്മീഷണർ പത്രസമ്മേളനം നടത്തുന്നു, അല്ലെങ്കിൽ മറ്റ് തിരുവനന്തപുരത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ പത്രസമ്മേളനം നടത്തുന്നു, സ്വർണം കള്ളക്കടത്തി എടുക്കുമെന്ന് പറയുന്നു. എന്റെ ഊഹത്തിൽ ഇത് പല മേഖലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു നെറ്റ്വർക്കിനെ ഒരൊറ്റ സ്ഥലത്ത് വെച്ച് മാത്രം തകർക്കാൻ പറ്റുന്നില്ല. ഇതിൽ ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാരും കുറച്ചുകൂടെ ജാഗരൂകമായിട്ട് ഇടപെടണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിലെ എയർപോർട്ടുകളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണല്ലോ, കസ്റ്റംസ്. കേരള പോലീസ് മാത്രമല്ലല്ലോ ഇതിന് ഉത്തരവാദി. അപ്പോൾ ഈ കസ്റ്റംസ് അവിടെ വെച്ച് ആ കസ്റ്റംസ് പരിശോധന കഴിഞ്ഞിട്ടാണല്ലോ ഇവർ സ്വർണവുമായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അവരെയും സ്വാധീനത്തിലെടുക്കാൻ ഈ കള്ളക്കടത്ത് ലോബിക്ക് കഴിഞ്ഞുവെന്നാണ് അർത്ഥം. അപ്പോ കാര്യങ്ങൾ നിസ്സാരമല്ല. എനിക്ക് തോന്നുന്നത് നമുക്ക് ഒറ്റയടിക്കൊന്നും സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. പക്ഷേ എന്തായാലും ഈ അൽ മുക്താദിർ ജ്വല്ലറിയിലെ ഒരു റെയ്ഡ് കണ്ടപ്പോൾ എന്താണ് അതിന്റെ പിന്നിലുള്ളതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലും ഒറ്റുകൊടുത്തതാണോ, കച്ചവട പരസ്പരമുള്ള സംഘർഷമാണോ, എന്തോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു മഞ്ഞുമലയുടെ അറ്റം തന്നെയാണ്. അത് അന്വേഷിച്ചെന്നാൽ ഒരുപക്ഷെ ഒരുപാട് വിഗ്രഹങ്ങൾ ഇളകുമായിരിക്കും. അതുകൊണ്ട് നമുക്കും ചർച്ച ഇവിടെ വെച്ചങ്ങ് നിർത്താം. തീർച്ചയായിട്ടും ഈ അങ്ങ് പറഞ്ഞതുപോലെ ഈ മഞ്ഞുമലയുടെ അറ്റത്തിൽ പിടിച്ചു ചെന്നാൽ ഒരു വലിയ ഹിമാലയം തന്നെ പുറകിലുണ്ടാകും എന്ന് കരുതാം. സ്വർണ്ണക്കള്ളക്കടത്തും രാഷ്ട്രീയവും തീവ്രവാദ പ്രവർത്തനവും സ്വർണ്ണ കച്ചവടവും ഈ നികുതി വെട്ടിപ്പും ഒക്കെയായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. ഇതെല്ലാം ഇഴപിരിച്ചെടുത്ത് വളരെ കൃത്യമായി നിയമം ലംഘിക്കുന്ന, രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്ന കുറ്റവാളികളെ വളരെ കൃത്യമായി നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കാൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കണം. അതിനു വേണ്ടുന്ന സൗകര്യമൊരുക്കാൻ, ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ, അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണം. ഇതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നന്ദി.